ജമ്മു കാശ്മീർ ഇലക്ഷൻ ഒപ്പീനിയൻ പോൾ സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത്. താജ ഒപ്പീനിയൻ പോൾ സർവേ അടുത്ത മാസം 2 ഘട്ടമായും ഒക്ടോബർ 1 3-ാം ഘട്ടമായും നടക്കുന്ന താജ ഒപ്പീനിയൻ പോൾ സർവേയുടെ ജില്ല തിരിച്ചുള്ള കണക്കാണ് പറയുന്നത്. ആദ്യം പറയുന്ന ജില്ല ബന്ദിപ്പുരയാണ്. ബന്ദിപ്പുരയിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് ഇന്ത്യ സഖ്യത്തിനും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കുപ്വാഡയാണ്. കുപ്വാഡയിൽ 6 സീറ്റാണുള്ളത്. 6 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം 3 എണ്ണവും PDP 1 എണ്ണവും മറ്റുള്ളവർ 2 സീറ്റും നേടാനാണ് സാധ്യത. NDA BJP സഖ്യത്തിന് ഇവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ബാരാമുള്ളയാണ്. ബാരാമുള്ളയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം 3 എണ്ണവും PDP 1 എണ്ണവും മറ്റുള്ളവർ 3 എണ്ണവും നേടാനാണ് സാധ്യത. ഇവിടെയും NDA BJP സഖ്യത്തിന് സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല പുൽവാമയാണ്. പുൽവാമയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 4 എണ്ണവും ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. അവിടെ NDA BJP സഖ്യത്തിനോ PDPക്കോ മറ്റുള്ളവർക്കോ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ബഡ്ഗാമാണ്. ബഡ്ഗാമിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 എണ്ണം ഇന്ത്യ സഖ്യവും 2 എണ്ണം PDPയും നേടാനാണ് സാധ്യത. അവിടെയും NDA BJP സഖ്യത്തിനോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് ഗർബാലാണ്. ഗർബാലിൽ 2 സീറ്റാണുള്ളത്. 2-ൽ 2ഉം ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDAക്കോ PDPക്കോ മറ്റുള്ളവർക്കോ ഇവിടെയും സീറ്റുകൾ നേടാൻ സാധ്യത ഇല്ല. അടുത്തത് ഉധംപൂരാണ്. ഉധംപൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റ് BJP NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തത് കിസ്ത്വാറാണ്. കിസ്ത്വാരയിൽ 3 സീറ്റാണുള്ളത്. 3-ൽ 2 സീറ്റ് NDA BJP സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. PDPക്കോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് ഡോഡയാണ്. ഡോഡയിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJP NDA സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അവിടെയും PDPക്കോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് രാംബലാണ്. രാംബലിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അവിടെയും PDPക്കോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് കത്വയാണ്. കത്വയിൽ 6 സീറ്റാണുള്ളത്. 6 സീറ്റിൽ 3 സീറ്റ് NDA BJP സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് പൂഞ്ച് ജില്ലയാണ്. പൂഞ്ച് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3-ൽ 3ഉം ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. NDA BJP സഖ്യത്തിനോ PDPക്കോ മറ്റുള്ളവർക്കോ അവിടെ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്തത് രജൗരിയാണ്. രജൗരിയിൽ 5 സീറ്റുകളാണുള്ളത്. 5-ൽ 4 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അവിടെ NDA BJP സഖ്യത്തിനോ മറ്റുള്ളവർക്കോ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്തത് ഷോപ്പിയയാണ്. ഷോപ്പിയയിൽ 2 സീറ്റാണുള്ളത്. 2-ൽ 2ഉം ഇന്ത്യ സഖ്യം നേടാനാണ് സാധ്യത. അവിടെയും PDPക്കോ NDA BJP സഖ്യത്തിനോ മറ്റുള്ളവർക്കോ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തത് അനന്ത്നാഗാണ്. അനന്ത്നാഗിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റ് NDA BJP സഖ്യവും 4 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് കുൽഗാമാണ്. കുൽഗാമിൽ 3 സീറ്റുകളാണുള്ളത്. 3-ൽ 1 സീറ്റ് NDA BJP സഖ്യവും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തത് സാബയാണ്. സാബയിൽ 3 സീറ്റാണുള്ളത്. 3-ൽ 2 സീറ്റ് NDA BJP സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തത് ജമ്മുവാണ്. ജമ്മുവിൽ 11 സീറ്റാണുള്ളത്. 11 സീറ്റിൽ 7 സീറ്റ് NDA BJP സഖ്യവും 3 സീറ്റ് ഇന്ത്യ സഖ്യവും 1 സീറ്റ് PDPയും നേടാനാണ് സാധ്യത. അടുത്തത് റിയാസിയാണ്. റിയാസിയിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 2 സീറ്റ് NDA BJP സഖ്യവും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തത് ശ്രീനഗറാണ്. ശ്രീനഗറിൽ 8 സീറ്റുകളാണുള്ളത്. 8-ൽ 1 സീറ്റ് NDA BJP സഖ്യവും 5 സീറ്റ് ഇന്ത്യ സഖ്യവും ഓരോ സീറ്റ് വീതം PDPയും മറ്റുള്ളവരും നേടാനാണ് സാധ്യത. ആകെയുള്ള 90 അംഗ നിയമസഭയിൽ NDA 25ഉം ഇന്ത്യ സഖ്യം 49ഉം PDP 9ഉം മറ്റുള്ളവർ 7 സീറ്റുകൾ നേടാനാണ് സാധ്യതയെന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേയിൽ പറയുന്നത്. 90 അംഗ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിനായി വേണ്ടത്.